മറ്റു വാർത്തകളിലേക്ക് കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിവേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി.ജെ.പി. സംസ്ഥാനത്തെ 4 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 100 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും. തൃശൂരും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയുമാകും ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും ഇതിനകം പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയാണ് ബി.ജെ.പി. സംസ്ഥാന ഘടകം പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രത്തിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകം. പാലക്കാട് സി കൃഷ്ണകുമാർ, പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരനോ പി.സി. ജോർജോ സ്ഥാനാർത്ഥിയാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണെങ്കിൽ അബ്ദുള്ളക്കുട്ടിയോ ശോഭാ സുരേന്ദ്രനോ ബി.ജെ.പിക്കായി രംഗത്തിറങ്ങും. 4 സ്ത്രീകളെ കേരളത്തിൽ നിന്ന് ഇത്തവണ മത്സരിപ്പിക്കും. ശോഭാ സുരേന്ദ്രന് പുറമെ നിവേദിത സുബ്രഹ്മണ്യൻ, പ്രമീള ദേവി എന്നിവർ പരിഗണനയിലുണ്ട്. കോഴിക്കോട് നവ്യ ഹരിദാസ് അല്ലെങ്കിൽ എം.ഡി. രമേശ്, വടകരയിൽ പ്രഫുൽ കൃഷ്ണൻ, കാസർഗോഡ് ശ്രീകാന്ത് അല്ലെങ്കിൽ പി.കെ. കൃഷ്ണദാസ്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കില്ല. ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി മത്സരിക്കും. കോട്ടയവും ചാലക്കുടിയും അദ്ദേഹത്തിനായി പരിഗണനയിലുണ്ട്. സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്രയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിക്കാനാണ് ബി.ജെ.പി. തീരുമാനം. വി.എസ്. രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.